നമ്മൾ പ്രഷർ കുക്കറിൽ അരി വെക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് നോക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം ആണ് നമ്മൾ അരി ഇടുന്നത്. അതിനുശേഷം നമുക്ക് അരി ഉടനെ തന്നെ മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. വെള്ളം തിളയ്ക്കുന്ന ആ ഒരു ടൈം വരെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ നോർത്ത് അമേരിക്കയിലൊക്കെ കിട്ടുന്ന പാർബോയിൽഡ് റൈസാണ്. നോർമലായിട്ട് നമ്മുടെ പാർബോയിൽഡ് റൈസിന് ഒരു 20 മിനിറ്റ്സ് വരെ വേണ്ട, ഒരു 18 മിനിറ്റ്സ് ഉള്ള വേവ് മതി. അതാണിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത്. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. പാർബോയിൽഡ് റൈസാണ് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ തിള വന്നതിന് ശേഷം നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പിൽ വെയിറ്റ് വിട്ടാണ് മൂടി വെക്കുന്നത്. അത് കഴിഞ്ഞ് അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല, ചൂട് കിട്ടേണ്ട ആവശ്യമില്ല, മാറ്റി വെക്കുക. ഇതുപോലെ അരിയും വെള്ളവും കൂടെ നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് വിട്ട് നല്ലപോലെ മൂടി വെക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫാക്കുക. മൂടി വെച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചതിന് ശേഷമേ മൂടി വെക്കാവുള്ളൂ. മാറ്റി വെക്കുക. സ്റ്റൗ ഓഫാക്കി മാറ്റി വെക്കുക. ഇനി ടൈം സെറ്റ് ചെയ്യണം. മാക്സിമം 20 മിനിറ്റ്സ് മതി. ഇതിന് ഞാനൊരു 18 മിനിറ്റ്സേ വെക്കുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. ടൈം സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 20 മിനിറ്റ്സ് ആയാലും വലിയ പ്രശ്നം വരുന്നില്ല. എന്നാലും ആ 18 മിനിറ്റ്സിനുള്ളിൽ എടുത്താൽ നല്ല നമുക്ക് ചോറ് വാർക്കുന്ന പരുവത്തിൽ കിട്ടും. കുക്കിംഗ് റേഞ്ച് ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ ഇതുപോലെ തിളച്ചതിന് ശേഷം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, സ്റ്റൗ ഓഫാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് അരി വാർക്കാൻ പറ്റും. നമ്മുടെ ടൈം ആയിട്ടുണ്ട് അരി വാർക്കാനുള്ള. നമുക്കിനി തുറന്നു നോക്കാം. നമ്മുടെ അരി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരി വാർക്കാം. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ അരി തിളയ്ക്കുന്ന ആ ഒരു 20 മിനിറ്റ്സ് അല്ലെ 25 മിനിറ്റ്സ് അരിയും വെള്ളവും കൂടെ തിളയ്ക്കുന്ന ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എനർജി സേവ് ചെയ്യണം. നമ്മൾ തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് വാർക്കുന്നതുകൊണ്ട് ചോറ് തകൾ തമ്മിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഭംഗിയായിട്ടുള്ള ചോറ് കിട്ടും.